ஸ்காக் அடேங்கப்பா, நல்லா இருக்கு, ரொம்ப பிடிச்சு போச்சு. குட் பேட் அக்லி. தல கடவுளே അജിത്തെ അതിക് രവിചന്ദ്രൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ട്, മാർക്ക് ആൻ്റണി. ഞാൻ തിയേറ്ററിൽ കണ്ടുള്ളതാണ്. വിശാലിൻ്റെ ഒരു സിനിമ, ആക്ഷൻ കോമഡി. ഇതും ആക്ഷൻ കോമഡിയാണ്. ആക്ഷൻ കോമഡി എന്ന് പറയുന്ന ജോൺറെ പണി അറിയാവുന്ന ആൾക്കാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ രസിച്ച് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ മറ്റൊരു ജോൺറ ഇല്ല, ആക്ഷൻ കോമഡി. അന്ന് വിശാലുക്ക് അനാക്കൊണ്ട മാതിരി ഇருக்கு. വിശാലിൻ്റെ ഒരു അനാക്കൊണ്ടയൊക്കെ വരുന്നൊരു സെറ്റപ്പ്, അത് ഒരു പടം എസ് എ സൂര്യ, അത് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട് ശ്വാസം വിടാൻ പറ്റാതെ കണ്ട സിനിമയാണ്. കാരണം അതിനുള്ള സ്പേസ് ഇല്ല. അടിച്ച് അതുപോലെ കളർഫുൾ വിഷ്വൽസും കോസ്റ്റ്യൂംസും സൗണ്ടും. അങ്ങനെ വിശാലിനെ വെച്ചിട്ട് ഇദ്ദേഹം പണിയിലുണ്ടെങ്കിൽ, ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ പണിയിലുണ്ടെങ്കിൽ തലയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നൊന്ന് ഊഹിച്ചു നോക്കിയേ. തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് എൻ്റെ പൊന്നോ, 2 മണിക്കൂർ 20 മിനിറ്റ് സിനിമ ആരംഭിച്ച് അവസാനിക്കുന്നവരെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. ഇത് 4K അറ്റ്മോസ് മസ്റ്റ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ DSPയുടെ അതുപോലെ ചിലപ്പോൾ തലവേദന എടുക്കും. നല്ല സൗണ്ടിങ് ആണെങ്കിൽ കീടിലായിട്ട് കാണാൻ പറ്റും. GVP ആണ് സ്കോറും മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. ഏച്ചാതിപ്പൊളി അമ്മേ, ഇതിനകത്തൊരു ചേസിങ് സീനിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്കോർ, ആ സോങ് എൻ്റെ പൊന്നോ തരിപ്പ് കയറിയിട്ട് അതുപോലത്തെ സാധനം. പിന്നെ തലയൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, അഭിനന്ദൻ രാമാനുജനാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. തലയൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇത് ആക്ഷൻ കോമഡി ആയതുകൊണ്ട് എന്തു കാണിക്കാം, മനസ്സിലായോ? ഇതിൻ്റെ സ്കെയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം ഒരു സ്കെയിൽ സെറ്റ് ചെയ്യുക, അത് നമ്മളെ കൺവിൻസ് ആക്കുക. നമ്മളെ കൺവിൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈസിലി അതിനകത്തേക്ക് കയറി പടത്തിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൽ ലോജിക്കില്ല, സീറോ ലോജിക്. മാർക്കാനാണ് അതുപോലെയായിരുന്നു. ഒന്നുമില്ല, നമ്മളൊരു കഥ എടുക്കുന്നു. ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ മറ്റേ ഈ അടുത്ത് കുഞ്ചാക്കോവൻ അഭിനയിച്ച് വിജയിച്ചിട്ടുള്ള സിനിമയായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സെയിം കഥയാണ്. അത് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ, ഭയങ്കര റിയലിസ്റ്റിക്കായി എടുത്തൊരു സിനിമ. ഇത് ആക്ഷൻ കോമഡി. തൃഷ അജിത്ത് സിമ്രാനൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് വിൻറ്റേജ് സോങ്സ് മിക്സ് ചെയ്തിട്ടും അല്ലാതെ കാണിക്കുന്നുണ്ടേ. അതൊക്കെ എന്ത് രസത്തിലാണ് ചെയ്തേക്കുന്നത്. ഒരു ബോറടിയില്ലാന്നേ. ഒരു പരിപാടി ബോറടിക്കാൻ നിങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റണ്ടേ. ഇത് പറ്റുവാണെങ്കിൽ തമിഴ് ഓഡിയൻസിനൂടെ കാണാം. തല ഫാൻസിൻ്റെ കൂടെ ആണെങ്കിൽ, തല റസീറുടെ കൂടെ ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. കാരണം ഞാനിന്ന് സിനിമ കണ്ടുള്ള 90% എൻ്റെ അബവ് തമിഴ് പീപ്പിളിൻ്റെ കൂടെ കണ്ടില്ല, തമിഴ് ഓഡിയൻസിൻ്റെ കൂടെ. എന്താ തിയേറ്ററോളം, എന്താ ഒരു രസം. ഇങ്ങനത്തെ ഒക്കെ പടം വരണം. എന്നാൽ അത് പൈസക്ക് ഇഷ്ടം പോലെ ബഡ്ജറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത് ആക്ഷൻ കോമഡി കാണിക്കാൻ വേണ്ടിയാണ് ബഡ്ജറ്റ് പൊട്ടിക്കുന്നത്, അല്ലാതെ മറ്റേ പ്രകൃതി കോമഡി അല്ല. അപ്പോൾ ഇതാണ് സംഭവം. അജിത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി. ഇതിൻ്റെ ഡയലോഗ് പറഞ്ഞാൽ മയ്യെല്ലാം വെച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. കിടിലൻ കാച്ചിയായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. എന്ത് രസമാണ് അതെങ്ങനെ കേൾക്കാൻ തന്നെ സുഖം. അങ്ങനെയുള്ള പരിപാടികൾ. അർജുൻ ദാസിനെ പറയുമ്പോഴേ ഓർമ്മ ഒരു LCU കൈദി. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ആ ബേസ് സൗണ്ട്, ഇതിൽ അദ്ദേഹം നമ്മൾ കാണുന്ന ആക്ഷൻ കോമഡീനകത്ത് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തപ്പോഴുണ്ടായിരിക്കുന്ന ഒരു രസമുണ്ട്. റോളക്സ് അതല്ല, ഇതിൽ അന്തമാതിരി സൗണ്ടും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ അർജുൻ ദാസിൻ്റെ പെർഫോമൻസ് ഭയങ്കര പൊളിയാണ്. അതും തലയായിട്ടുള്ള അജിത്തുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ. പ്രിയ വാര്യരൊക്കെ ഉണ്ട്, നമ്മുടെ മലയാളി. അങ്ങനെ കുറേ പേര്. ഷൈൻ ടോം ചാക്കോ ഒരു സീനിൽ വന്നിട്ട് അതിരടി കിടുവായിട്ട് ചെയ്തിട്ട് പോയി. ഡബ് ചെയ്ത് വേറെ ആരാണ്, അത് വളരെ നന്നായി. അതുകൊണ്ട് തമിഴ് വ്യക്തമായിട്ട് ഡയലോഗ്സൊക്കെ ക്ലിയർ ആയിരുന്നു. അങ്ങനെ അപ്പോൾ അർജുൻ ദാസിൻ്റെ പെർഫോമൻസ്. പ്രഭു ഉണ്ട്. പിന്നെ അതുപോലെ റിഡിൻ കിങ്സ്ലിനെ ഇപ്പോൾ പറയുമ്പോഴേ മറ്റേ കങ്കു കണ്ടിട്ട് ഒരാൾ പറഞ്ഞ ഓർമ്മ വരും, അവനെ പിടിച്ച് ആ സംഭവം ഓർമ്മ വരാം. അങ്ങനെ കുറേ പേര്. പ്രസന്നയുണ്ട്, പിന്നെ സുനിലുണ്ട്. എല്ലാവരും കിട്ടുന്ന പെർഫോമൻസ്. അതായത് അഴിച്ച് വിട്ടൊക്കെ ക്യാരക്ടേഴ്സ്. ഞാൻ പറഞ്ഞില്ല, ആ സ്കെയിലിനകത്ത് എന്തും കാണിക്കാം. അങ്ങനെ സ്കെയിൽ സെറ്റ് ചെയ്ത് അത് കാണുന്ന ആളുകൾ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തും കാണിക്കാം. അത് സെറ്റ് ചെയ്ത് അത് ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ചലഞ്ചുള്ളൂ.
അത് വിജയിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പണിയറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പൊട്ടിപ്പാറിയ പടങ്ങൾ എടുത്തിട്ട് ആളുകൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അജിത്തിൻ്റെ ഇതിലെ ക്യാരക്ടർ AK എന്ന് തന്നെയാണ്. അദ്ദേഹം ഡോൺ ആയിരുന്നു. പിന്നെ അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത അതിന് പല റീസൺസ് ഉണ്ട്. അതാണ് സിനിമയിലെ കഥ എന്ന് പറയുന്നത്. കുറേ സെൻറ്റിമെൻറ്റ്സും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കാർത്തികേയ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ചെറുപ്പം അഭിനയിക്കുന്ന കക്ഷിയുണ്ടല്ലോ, എമ്പുരാനിലും സലാറിലൊക്കെ ഉള്ള, അദ്ദേഹമാണ് മകൻ. അപ്പോൾ അങ്ങനെയുള്ള ചില പരിപാടികൾക്കുണ്ട്. ഇദ്ദേഹം റെഡ് ഡ്രാഗൺ ഭയങ്കര ഇൻ്റർനാഷണലാണ്. ഡോൺലി ജോൺ വിക്കൊക്കെ വരുന്നുണ്ട്. ആലോചിച്ച് നോക്കി, അത് ആനിമേഷനിലാണ് മാത്രമേ, ശരിക്കും അല്ലേ അന്ന് വിചാരിച്ചാൽ ഓടാൻ നിൽക്കണ്ട, ആനിമേഷനിൽ വരുന്നുണ്ട്. പക്ഷേ അജിത്തിൻ്റെ DAGing വരെ വളരെ നൈസായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആനിമേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ നല്ല രസമായിട്ടുണ്ട്. അത് വിത്ത് GVPയുടെ പേട്ടയും കൂടി ആകുമ്പോഴേ നല്ല രസമാണ്. ദളപതി വിജയ് അണ്ണയുടെ അതാണ് ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഇൻ്റർവെൽ സമയത്ത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, വളരെ സിമ്പിളായിട്ടാണ് ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു വിധത്തിലുള്ള മറ്റ് ഈഗോ പരിപാടിയൊന്നുമില്ല. മറ്റേ വയലൻസ് അതിന് സമാനമായിട്ട് ഡയലോഗ് പറയുന്നത് യാഷിൻ്റെ KGF 2 അങ്ങനെയൊക്കെ കുറേ ഡയലോഗ്സ്, അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര. ജാക്കി ഷെറോഫൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഹിന്ദി നടന്മാരൊക്കെ ഉണ്ട്. യോഗി ബാബു ഉണ്ട്. അങ്ങനെ ഒരു 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 അർമാദ പടം, ഒരു പൂരത്തിന് തിരികൊടുത്തിട്ട് ഇത് ലാസ്റ്റ് ഇങ്ങനെ വെട്ടിക്കെട്ടോട് കൂടി അവസാനിക്കില്ലേ, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അത് തിരികൊടുത്ത മുതൽ, തുടക്കം മുതൽ ജയിലിലെ സീനം മുതൽ തുടങ്ങിയിട്ട് അവസാനം അജിത്തിൻ്റെ കാർ ചേസിങ്ങും പരിപാടിയും വെടിവെപ്പും, അങ്ങനെ സെറ്റൊരു സിനിമ. ഇത് ഈ ജോൺറ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കേ ഇഷ്ടപ്പെടുള്ളൂ. അത് മാർക്കാനിനെ കാണുന്ന ആൾക്കാർക്ക്, അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ അതേ പരിപാടിയാണ് ഇതിന് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള അജിത്ത്. ലാസ്റ്റ് കണ്ട വിടാമോർച്ചയ്ക്കകത്ത് അജിത്തിന് ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു. അത് ഇല്ല, ഇതിനകത്തില്ല. മറ്റേ തൈലം ആ ഒരു ഫീലില്ല. ഇതിൽ അദ്ദേഹം ഭയങ്കര എനർജറ്റിക്കാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വന്ന് ഫുൾ പവർ. ഗോപ്പ അതിരടി തല പൂരം. ഗുഡ് ബാഡ് അഗ്ലി.